പച്ചപ്പും പൂക്കളും നിറഞ്ഞുവീശിയിരുന്ന മലനിരകളുടെയും കാടുകളുടെയും ഇടയിലുള്ള ചെറിയ ഗ്രാമത്തിൽ മായ എന്ന ഒരു പുതുമയുള്ള പെൺകുട്ടി ജീവിച്ചിരുന്നു. മായയ്ക്ക് പുറത്തു ചുറ്റി നടക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ച് അവളുടെ വീട്ടിന്റെ അടുത്തുള്ള കാട്ടിലൂടെ നടക്കുന്നത്. ഒരു സൂര്യപ്രകാശമുള്ള ഉച്ചയ്ക്ക് പൂച്ചെണ്ടുകളെ പിന്തുടരുന്ന മായ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മറഞ്ഞിരിക്കുന്ന പാത കണ്ടെത്തി. ഹൃദയം ആവേശത്തോടെ മായ ആ പാത പിന്തുടരാൻ തീരുമാനിച്ചു. പല നിറങ്ങളിലുമുള്ള പൂക്കളും ഉയർന്ന മരങ്ങളും ആ പാതയെ അലങ്കരിച്ചിരുന്നു. കാറ്റിന്റെ മധുരമായ നീക്കം കൊണ്ട് അവ ഭാവനകൾ പറയുന്ന പോലെയായി. കുറച്ചു ദൂരം നടന്നപ്പോൾ വള്ളികളാൽ മൂടിയ ചെറിയ മരവാതിൽ അവൾ കണ്ടു. അത് തള്ളിക്കൊണ്ട് തുറന്ന് അതിന്റെ അകത്ത് അത്ഭുതത്തോടെ നോക്കി. മരവാതിലിന് അകത്ത് മായയും കണ്ടൽ ഏറ്റവും മനോഹരമായ ഒരു പൂന്തോട്ടം നിലയിരുന്നു. അവിടെ നിറങ്ങളുടെ പൂക്കളും തിളങ്ങുന്ന വെള്ളത്തോടും സ്വർണ്ണ രോമങ്ങളുള്ള മരങ്ങളുമൊക്കെയായി. അവൾ അകത്തേക്ക് കടന്നപ്പോൾ പൂക്കൾ ആട്ടം കളിക്കുന്നതുപോലെയായി. പക്ഷികൾ ഏറ്റവും മധുരമായ സംഗീതം പാടി. പൂന്തോട്ടത്തിന്റെ മധ്യത്തിൽ വലിയൊരു തിളങ്ങുന്ന കുളം. മായ അതിന്റെ അടുത്തേക്ക് പോയപ്പോൾ അവളുടെ മുഖം കാണുക മുമ്പ് ചെങ്കിൽ വിങ്ങിയ ഒരു സൗമ്യവും കാന്തിമതിയും ആയ പരിയായി. പരി മധുരത്തോടെ ചിരിച്ചു പറഞ്ഞു, വരവായി മായ. ഞാൻ ലീല, ഈ മായാജാല പൂന്തോട്ടത്തിന്റെ സംരക്ഷക. ലീല പറഞ്ഞു, ഈ മായാജാല പൂന്തോട്ടം അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും സ്ഥലം ആയിരുന്നു. പക്ഷേ അത് സമർപ്പണവും കരുതലും ഉള്ള മനസ്സുള്ള കുട്ടിയുടെ പരിപാലനവും പ്രീതിയുമാണ് ആഗ്രഹിക്കുന്നത്. മായ ഈ പൂന്തോട്ടത്തിന്റെ സംരക്ഷകയാകാൻ താൽപര്യമുണ്ടോ എന്ന് അവളു ചോദിച്ചു. മായ ആവേശത്തോടുകൂടി സമ്മാനിച്ചു. ഈ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ അഭിമാനവും ആവേശവും ഉണ്ടായി. ലീല മായയ്ക്ക് ഒരു വെള്ളി താക്കോൽ കൊടുത്തു. ഈ താക്കോൽ പൂന്തോട്ടത്തിന്റെ രഹസ്യങ്ങൾ തുറക്കുമെന്നും പറഞ്ഞു. മായ ദിവസങ്ങൾ പൂക്കളെ പരിപാലിക്കുന്നതിലും മൃഗങ്ങളെ പോറ്റുന്നതിലും പൂന്തോട്ടത്തിന്റെ മായാജാല മാർഗങ്ങൾ പഠിക്കുന്നതിലുമായിരുന്നു. പൂന്തോട്ടത്തിന്റെ പല മറഞ്ഞിരിക്കുന്ന കോണുകളെ അവൾ കണ്ടെത്തി. ഓരോന്നിലും സ്വതന്ത്ര വിസ്മയങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായിരുന്നു. ഒരു ദിവസം മായ പൂക്കൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ മറവിൽ കിടന്ന ഒരു ചെറുവാടിയുപോയ ചെടി കണ്ടു. അവൾ അതിനെ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥാനത്തേക്ക് മാറ്റി പ്രോത്സാഹന വാക്കുകൾ പറഞ്ഞു. അത്ഭുതകരമായ വിധത്തിൽ ചെടി വളർന്നു. മായ കണ്ടിൽ ഏറ്റവും മനോഹരമായ പൂവായി മാറി. ലീല മായയുടെ അടുത്തു വന്നു പറഞ്ഞു, മായ, നീ പൂക്കളുടെ രഹസ്യം കണ്ടെത്തി. അവ കരുതലിനും പ്രണയത്തിനും പ്രതികരിക്കുന്നു, മനുഷ്യരെപ്പോലെ. അവയെ പരിപാലിച്ചതിലൂടെ നീ അവരുടെ സത്യസുന്ദരതയെ പുറത്തെടുത്തു. കാലം മാറിയപ്പോൾ മായ തുടർന്നും മായാജാല പൂന്തോട്ടത്തെ പരിപാലിച്ചു. അവൾക്കും ലീലക്കും അടുത്ത സുഹൃത്തുക്കളായി കഥകളും ചിരിയും പങ്കിട്ടു. മായ പൂന്തോട്ടത്തിന്റെ സംരക്ഷകയിലൂടെ കരുണ, ക്ഷമ, പ്രേമി എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കി. വർഷങ്ങൾ പിന്നിട്ട് മായ ഒരു ബുദ്ധിയുള്ള കാരുണ്യവതിയായ യുവതിയായി വളർന്നു. മായയുടെ പരിപാലനത്തിൽ മായാജാല പൂന്തോട്ടം പുഷ്പിച്ചു. ഗ്രാമത്തിലെ എല്ലാവർക്കും സന്തോഷത്തിന്റെയും വിസ്മയത്തിന്റെയും സ്ഥലം ആയി മാറി. മായ ലീലയുമായി തീർത്ത പ്രത്യേക ബന്ധം എന്നും മനസ്സിൽ ചിരപ്രതിഷ്ഠയായി സൂക്ഷിക്കുമെന്ന് അറിഞ്ഞു. അങ്ങനെ മായാജാല പൂന്തോട്ടം അത്ഭുതങ്ങളുടെയും പൂക്കൾ ജീവന്റെ നിറങ്ങളിൽ പുഷ്പിക്കുന്നതും കുളങ്ങൾ മുത്തുകളെപ്പോലെ തിളങ്ങുന്നതും പക്ഷികൾ ഏറ്റവും മധുരമായ സംഗീതം പാടുന്നതുമായ സ്ഥലം ആയി തുടരുന്നു. അതിൽ പ്രേമത്തിന്റെ ശക്തിയും നമുക്കു ചുറ്റുമുള്ള ലോകത്തിലെ മായാജാലവും ദൃക്സാക്ഷിയായി.